ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കുമ്പോൾ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പിടി കാഷ്യൂ ഒരു 2 മണിക്കൂർ സമയം നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കണം. വൈറ്റ് ചന ഇല്ലേ, അത് നന്നായിട്ട് കുതിർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു ബൗൾ എടുത്തിരിക്കുന്നത് നമുക്ക് 2 പേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഫുള്ള് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തിലെ വെള്ളനനമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ മുളക് പൊടി ഉപ്പുമൊക്കെ കടലയുടെ എല്ലാ സൈഡിലേക്ക് നന്നായിട്ടൊന്നായിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 കപ്പ് ക്യുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞതാണ്, സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇതുപോലെ തന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഈ ഒരു പാത്രത്തിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. 1 ബൗളാണ് എടുക്കുന്നത്. കടല ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ്. പിന്നെ സ്വീറ്റ് കോണാണ്. സ്വീറ്റ് കോണും 1 കപ്പ് സ്വീറ്റ് കോണ് നന്നായിട്ട് കുക്ക് ചെയ്തതാണ്. ഉപ്പിട്ട് കുക്ക് ചെയ്തെടുത്തതും കൂടെ ചെത്തിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയായിരുന്നു ഞാൻ മുന്നേ വരെ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും ഒരു വീഡിയോയിലാണ് ഈ കാഷ്യൂവിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടത്. ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ കാഷ്യൂവിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ സാലഡിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ സാലഡിനെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് ഈ സ്പൂൺ വെച്ച് അങ്ങോട്ട് ഇളക്കിയിട്ട് ശരിയാവുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ആ സ്പൂൺ അങ്ങോട്ട് മാറ്റി നമ്മുടെ ബൗളൊന്ന് നന്നായിട്ട് 4 സൈഡിലേക്ക് ഇങ്ങനെ തട്ടി 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 എല്ലാ വശത്തേക്കും ഒന്ന് ആവുന്നത് പോലെ ആ കാഷ്യൂവിൻ്റെ പേസ്റ്റൊക്കെ അങ്ങ് താഴെ ചെന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ബൗളിൻ്റെ മുകൾ വശത്തും കൂടെ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി തട്ടി കൊടുത്തു. വെജിറ്റബിൾസും ആ കാഷ്യൂവിൻ്റെ പേസ്റ്റും മസാലാസും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് തട്ടി തട്ടി കൊടുക്കണം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.